ഹേയ് പിന്നെ നാളത്തെ മാത്സ് പരീക്ഷ പഠിക്കാൻ വേണ്ടി വന്നല്ലേ നിങ്ങളെല്ലാരും. വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VCR. ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മളെ മാത്സ് പരീക്ഷ പഠിക്കണം. അടിപൊളിയായിട്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്യണം അല്ലെ. നിങ്ങളുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നത്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളിത് മുഴുവൻ ക്ലാസ് കാണണം. കാണുന്നതിന് മുന്നേ തന്നെ സാറിന് എന്താ വേണ്ടെന്നറിയോ? ഒന്നും വേണ്ട, ചിരിച്ചോണ്ടൊന്ന് ലൈക്ക് അടിച്ചേ. കമന്റ് സെക്ഷനിൽ ലൈക്ക് അല്ല, അവിടെ സൈഡിൽ ഒരു നീല കളർ ഒരു ഇങ്ങനെ ചിഹ്നം കാണാം, അതൊന്ന് ലൈക്ക് അടിച്ചാൽ മതി ട്ടാ. ഓക്കെ, അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കുഞ്ഞോനെ. നമുക്ക് നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ പ്രോത്സാഹനം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പൊ അത് ചെയ്യണം, ചെയ്യാണ്ടിരിക്കാതെ നിൽക്കരുത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതാ ഉള്ളു, വേറെ ഒന്നും നിങ്ങൾ തരണ്ട കുഞ്ഞോനെ. അപ്പൊ അതാ ക്വസ്റ്റ്യൻ സമയം കളയണ്ട. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഇതാ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലെ. ഏത് ചാപ്റ്റർ ആണെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പേഴ്സൻറ്റേജ് ആയിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും പെർസെന്റേജും ഒക്കെ ആ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ശതമാനം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് അല്ലേ, ആ ചാപ്റ്റർ അല്ലേ, ആ ചാപ്റ്റർ എന്നാണ്. അപ്പൊ ഇതാ ഇംഗ്ലീഷ് ഇവിടെ ഉണ്ട്. ഞാൻ അതിന് വിളിക്കാണ്ട് ഇംഗ്ലീഷ് ഉണ്ടാകുന്ന അറിയുന്ന വെച്ചിട്ട് ഇതാ ഇംഗ്ലീഷ് ഉണ്ട്. ഞാൻ ചോദ്യം ചോദിക്കുക. ചോദ്യം എന്താണ്? ഒരു സംസ്ഥാനത്തിൽ വിവിധ കാർഷിക വിളകളുടെ 2024 എന്തെല്ലോ കാർഷിക വിളകൾ എന്തെല്ലോ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ക്രോപ്സ് ഒരു സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. എന്തെല്ലാം ഉണ്ടാക്കിയ നോക്ക്. വീറ്റ്, പിന്നെന്തുണ്ട്, ഷുഗർ കെയിൻ, റൈസ്, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. പയർ വർഗ്ഗങ്ങളുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്, കരിമ്പുണ്ട്, നെല്ലുണ്ട് അല്ലെ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ആ സാധനങ്ങളിൽ ചോളത്തിന് മാത്രം പെർസെന്റേജ് ഇല്ല കേട്ടോ. ഗോതമ്പിന് 40, കരിമ്പിന് 20, നെല്ലിന് 15, അങ്ങനെയൊക്കെയാണ് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആകെ ഉൽപാദനത്തിന്റെ ചോദ്യം നമ്പർ A ക്വസ്റ്റ്യൻ നോക്കാം. ആകെ ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ചോളം? അതായത് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ദ കോൺ. കോൺ എന്ന് പറയുന്ന ആകെന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നാണല്ലോ ചോദിച്ചത്. ആകെന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്ര മാത്രം ചെയ്താൽ മതി. ടോട്ടൽ പെർസെന്റേജ് എത്രയാണ്? 100 ആണ് കേട്ടോ. അത് നിങ്ങൾ മറന്നു പോകരുത്. ആകെ ശതമാനം, പെർസെന്റേജ്, ദാറ്റ് ഈസ് 100%. അപ്പൊ ആകെ 100% ആണെങ്കിൽ അവിടെ മനസ്സിലാക്കി വെച്ചോ, ഇവിടെ എന്തൊക്കെ സാധനങ്ങളുള്ളത് നിങ്ങൾക്ക് അറിയാലോ. വീറ്റ് 40% 40 കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, ഇവിടെ ഇത്ര നമുക്ക് വീറ്റ് 40, ഇത് 15, ഇത് 15, ഇത് 25. അപ്പൊ 40ഉം 15ഉം അപ്പൊ ടോട്ടൽ 70 ആയിട്ടോ. 70ഉം ഒരു 25 കൂടെ കൂട്ടുമ്പോ 95 കിട്ടുക അല്ലെ. ടോട്ടൽ 95 ആയിട്ടുള്ളൂ. പക്ഷെ ഇത് മുഴുവൻ കൂടെ കൂട്ടുമ്പോ ഇതും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടണം? 100 കിട്ടണം കേട്ടോ. അപ്പൊ 95, അതായത് 100 95 കുറച്ചാലും മതി. അപ്പൊ ആൻസർ ആവും കേട്ടോ. ആകെ പെർസെന്റേജ് 100 ആണ്. അതിനെ കുഞ്ഞോനെ 100 ഇട്ട്, അപ്പൊ 100 മൈനസ് ബാക്കിയുള്ള ഓരോ വിളകളുടേത് എത്രയാണ്? 95 ആണ്. അപ്പൊ 100 മൈനസ് 95, 5% ആയിരിക്കും ആർക്കുണ്ടാവുക? കോൺ, അതായത് ചോളത്തിനുള്ള പെർസെന്റേജ് 5% ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചോദ്യം വായിച്ചു നോക്കണം. ചോദ്യം എന്താ? സംസ്ഥാനത്തെ ആകെ കാർഷിക ഉൽപാദനം പറഞ്ഞിരിക്കുന്നത് നോക്ക്. സംസ്ഥാനത്തെ ആകെ കാർഷിക ഉൽപാദനം 4800 ടൺ ആണെങ്കിൽ ആ വർഷം ഗോതമ്പ് എത്ര ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്ത് സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം നോക്ക്. ഇഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് 4800 tons in that state, how much ton is the production of wheat? ഗോതമ്പിന് എത്ര, ആ 4800 എത്ര ടൺ ആണ് നമ്മുടെ ഗോതമ്പ് എന്നാ ചോദിച്ചത്. ആകെ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 4800 ആണ്. അതിൽ ഗോതമ്പിന്റെ പെർസെന്റേജ് എത്രയാന്ന് നോക്കിയാൽ മതി. വീറ്റിന്റെ പെർസെന്റേജ്, വീറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 40% ആണ് അല്ലെ. വീറ്റ് ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഞാൻ വേണമെങ്കിൽ ചുവപ്പ് നിറത്തിൽ കാണിച്ചു തരാം. 40% ആണ്. അതായത് 4800 ആണ് ആകെ ഉള്ളത്. അപ്പൊ വീറ്റിന് മാത്രം കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 4800 വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കേട്ടോ. ഗോതമ്പ് വീറ്റ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 4800 ടണ്ണാണ് ടോട്ടൽ ഇൻറ്റു വീറ്റിന്റെ പെർസെന്റേജ് 40/100 ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ വീറ്റ് എത്രയാണെന്ന്, ഗോതമ്പ് എത്രയാണെന്ന് കിട്ടും. 0 വെട്ട്, ഈ 0 വെട്ടി, ഈ 0 വെട്ടി, ഈ 0 വെട്ടി, ഈ 0 വെട്ടി, ബാക്കി എന്താ വരുന്നത് നോക്ക്. 48ഉം 4ഉം കൂടെ ഗുണിക്കണം. 48ഉം 4ഉം കൂടെ ഗുണിച്ച എത്രയാടാ? 192. 192 പിന്നെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഗോതമ്പ് എത്ര ടണ്ണാണെന്ന് ചോദിച്ചാൽ 192 ഒരു 0 കൂടെ കൊടുക്കുക. ദാറ്റ് ഈസ് 1920. 1920
ടൺ. അത്രയും ടണ്ണ് എന്തുണ്ടാവും? ഗോതമ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇനിയിപ്പം നമ്മുടെ ഷുഗർ കെയിൻ ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അതായത് നമ്മുടെ കരിമ്പാണ് ചോദിക്കുക, കരിമ്പന്നല്ലേ, കരിമ്പാണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4800 ഇൻറ്റു കരിമ്പ് 25 25/100 ഇത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആരുടെ ടണ്ണാണോ അല്ലെങ്കിൽ ആരുടെ ഇതാണോ കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പെർസെന്റേജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. പെർസെന്റേജ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് 25 25, ഇപ്പൊ 40 ആയതുകൊണ്ട് 40/100 അത്ര മണിയുള്ളൂ കേട്ടോ. ഓക്കെ, സി പാർട്ട് ചോദ്യം നമുക്ക് വേഗം ചെയ്ത് നോക്കാം. സി ഏറ്റവും സിമ്പിളാ കുഞ്ഞോളെ. ഇവിടെ പറഞ്ഞുതരാം നോക്ക്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ഓഫ് പെർസെന്റേജ് ഓഫ് റൈസ് ആൻഡ് വീറ്റ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെല്ലിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ഗോതമ്പിന്റെ ഉൽപാദനം? ഗോതമ്പും നെല്ലും തമ്മിലുള്ളതിന്റെ വ്യത്യാസം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഗോതമ്പും നെല്ലും തമ്മിൽ നെല്ലേതാ? നെല്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം റൈസ് ആണ്. ഇതൊക്കെ മായ്ക്കുന്നുണ്ട്. നെല്ല് എന്ന് പറഞ്ഞ റൈസ് ആണ്. റൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാന്ന് അവിടെ അറിയാലോ, 15 റൈസ് 15. ഗോതമ്പ് എന്ന് പറഞ്ഞാല് എത്രയാണ്? 45 വീറ്റ്. അപ്പൊ വീറ്റും റൈസും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്, അല്ലെ എത്ര കൂടുതൽ എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 40% ആണ് ഗോതമ്പ്, വീറ്റ്, റൈസ് 15. അപ്പൊ എത്രയാണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ 25. രണ്ടും കൂടെ കുറച്ചാൽ മതി. എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യം കൂടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? ഇൻ ദ പൈ ചാർട്ട്. പൈ ചാർട്ട് ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പാർട്ട് ഓഫ് ദ ഷോയിങ് പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ കെയിൻ? അതായത് പറഞ്ഞിരിക്കുന്നത് വൃത്തത്തിൽ കരിമ്പ് ഉൽപാദനത്തിന്റെ കേന്ദ്ര കോണ്, കരിമ്പിന്റെ കേന്ദ്ര കോണാണ് ചോദിച്ചത്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ടോട്ടൽ ആംഗിൾ ദാറ്റ് ഈസ് 360. അതിൽ കരിമ്പ് എത്രയാ? 25%. അതായത് ഈ കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ കോണളവ്, ഈ ആംഗിളിന്റെ മെഷർമെന്റ് ചോദിച്ചിരിക്കുന്നത്. ആ ആംഗിളിന്റെ മെഷർമെന്റ് അതായത് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ശതമാനം നമ്മുടെ കരിമ്പുള്ളത്? 25%. അപ്പൊ കോണളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? കോണളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് 360 എന്ത്? ഇത് ഡി പാർട്ടാണ്. 360 ടോട്ടൽ ആംഗിള്. അതിൽ 25% ആരാണ്? നമ്മുടെ കരിമ്പാണ്, നമ്മുടെ ഷുഗർ കെയിനാണ്. എത്രയിലാണ്? 100. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ ടോട്ടൽ ആംഗിളിനോട് എത്ര പെർസെന്റേജാ നമ്മുടെ കരിമ്പുള്ളത്? 25. ഇപ്പൊ കരിമ്പല്ല ചോദിക്കുന്നത്, റൈസിന്റെ ആംഗിൾ ആണ്. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യുക? റൈസ് 15 15 ഇട്ട് കൊടുക്കണം. അപ്പൊ എന്താണോ ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ, കോണളവെങ്കിൽ അത് ഇങ്ങനെ എഴുതിയാൽ മതി. 25/100. അത് ശതമാനല്ലേ, ശതമാനം ആയതുകൊണ്ടാണ് 25/100 എന്നൊക്കെ എഴുതി വെക്കുന്നത് കേട്ടോ. ഞാൻ നമുക്ക് വെട്ടി വെക്കാം അല്ലെ. വെട്ടി 0 വെട്ടി 0 വെട്ടി അല്ലെ. അല്ലെങ്കിൽ വേണമെങ്കിൽ വെട്ടാണ്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോ ഇനി ഗുണിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇപ്പൊ വെട്ടി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞുതരാം. 25-ൽ 5 ഇല്ലേ? എത്ര 5 ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ 25 പോയി 5 ആയി. 10-ൽ എത്ര 5 ഉണ്ട്? 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വെട്ടി. അപ്പം 25 പോയി 10 പോയി. എങ്ങനെയാ നോക്ക്? 25-ൽ 5 5 എണ്ണം. 5 5കളുള്ളത്. അതേ 5 താഴെ നോക്കണം കേട്ടോ. 10-ൽ എത്ര 5 ഉണ്ട്? 2 എണ്ണം. ഇനിയും കഴിഞ്ഞില്ല രാമ, ഒന്നും കൂടെ ബാക്കി. ഇതാ കണ്ട കഴിഞ്ഞതാ 36ന്റെ പകുതി. ആ 2 താഴത്തുള്ള 2 കണ്ടില്ല കുഞ്ഞോളജി? ആ 2 വേണം. 36ന്റെ പകുതി പറഞ്ഞാൽ 18 ആണ് കേട്ടോ. 18 × 5 ഗുണിച്ച് നോക്കിയാൽ മതി. ഏതൊക്കെയാ 18 × 5 എന്ന് പറഞ്ഞാല്? 18 × 5. ഇവിടെ 18 × 5 നേരെ തന്നെ ഗുണിക്കണം. 18 × 5 15 55 40 90 ആയിരിക്കും കേട്ടോ. ആംഗിൾ എത്രയും ചോദിച്ചാൽ 90 ഡിഗ്രി ആണ്. അതായത് ഈ ആംഗിൾ എന്ന് പറഞ്ഞാല് അത് 90 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങളുടെ തലേന്റെ ഉള്ളിൽ ഉണ്ടാവും. ആ ആംഗിൾ കോണളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് 360 ഇൻറ്റു ഏതാണോ പെർസെന്റേജ്. ഇപ്പൊ ഇവിടെ ഷുഗർ കെയിൻ ആണ് ചോദിച്ചത്. ഷുഗർ കെയിൻ കരിമ്പിന്റെ കോണാണ് ചോദിച്ചിരിക്കുന്നത്. അതോടെ 25/100. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് റൈസിന്റെ ആണെങ്കിലോ 15/100. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് വീറ്റിന്റെ ആണെങ്കിലോ 40/100. അപ്പൊ എന്താണോ ആംഗിൾ എവിടുന്ന ചെങ്കായ 360 എന്ന്? ഈ മുഴുവൻ ആംഗിൾ ദാറ്റ് ഈസ് 360 ആണ്. അതിൽ ഈ ആംഗിൾ എത്രയെന്ന് ചോദിച്ചാല് ഇവിടെ 25 ആണ്. 25/100 അത്രേ ഉള്ളൂ കേട്ടോ. ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളിയായിട്ട് നമ്മൾ ആ ചോദ്യം പഠിച്ചു അല്ലേ. അപ്പൊ പരീക്ഷയൊക്കെ അടിപൊളിയായിട്ടില്ലേ? അപ്പൊ നന്നായിട്ട് എഴുതുമല്ലോ നിങ്ങൾ. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ എന്നൊക്കെ. അപ്പൊ നേരിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID-യിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരിട്ട് തന്നെ സാറോട് പറയാം. ഓക്കെ, ഇനി ഇല്ലാത്തവര് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാവുന്ന ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കാണ്. ഫീഡ്ബാക്കുകൾ ഈ ഒരു ID-യിൽ നിങ്ങൾ ഇടുക. വൈശാഖ് JR എന്നാണ്. ഇനി അതില്ലാത്തവർ എന്ത് ചെയ്താൽ മതി? താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഇട്ടാലും മതി. താഴെ
കമന്റ് സെക്ഷനിൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയാനായി പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, കമന്റ് സെക്ഷനിൽ ഇടണം. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ചാനലിൽ വരും. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവുക. ആൾ ദി ബെസ്റ്റ്. അപ്പൊ അടിപൊളിയായിട്ട് വീണ്ടും അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിജിആർ സൈനിങ് ഓഫ്.